നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര നഗരസഭ ഭിന്നശേഷിക്കാരുടെ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ കൊട്ടാരക്കര ധന്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ SR രമേശ് ഉദ്ഘാടനം നിർവഹിക്കുകയും വൈസ് ചെയർപേഴ്സൺ വനജ രാജീവ് അധ്യക്ഷ സ്ഥാനം വഹിക്കുകയും ചെയ്തു. 2023-24 സാമ്പത്തിക വർഷ പദ്ധതിയായ ഭിന്നശേഷിക്കാർക്ക് സഹായ ഉപകരണങ്ങൾ നൽകുന്നതിന് അർഹരായവരെ കണ്ടെത്തുകയാണ് നഗരസഭയുടെ ലക്ഷ്യം. 2023-24 സാമ്പത്തിക വർഷത്തെ കൊട്ടാരക്കര നഗരസഭയുടെ ഒരു പദ്ധതിയായിരുന്നു സഹായ ഉപകരണങ്ങൾ ആവശ്യമുള്ള ഭിന്നശേഷിക്കാർക്ക് മെഡിക്കൽ ക്യാമ്പ് നടത്തി ഉപകരണങ്ങൾ വിതരണം നൽകുന്ന ഒരു പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഭിന്നശേഷിക്കാരുടെ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ വെച്ച് നടത്തുന്നത്. അതോടൊപ്പം 24-25 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഭിന്നശേഷിക്കാരുടെ നിർദ്ദേശങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നിവിടെ ഭിന്നശേഷിക്കാരുടെ വാർഡ് സഭ വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഉപകരണങ്ങൾ നൽകുന്നതിന് ഡോക്ടേഴ്സാണ് മെഡിക്കൽ ക്യാമ്പിന് വന്നിട്ടുള്ളത്. അവരുടെ നിർദ്ദേശപ്രകാരം ആവശ്യമായിട്ടുള്ളവർക്ക് ഉപകരണങ്ങൾ വികലാംഗക്ഷേമ കോർപ്പറേഷൻ വഴിയാണ് വിതരണം ചെയ്യുന്നത്. നമ്മൾ ENT ഓർത്തോ വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷിക്കാർക്കാണ് ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നത്. ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയരായിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഉപകരണങ്ങൾ ആവശ്യമായിട്ടുള്ള എല്ലാ ഭിന്നശേഷിക്കാർക്കും ഉപകരണങ്ങൾ വിതരണം ചെയ്യും. ഈ നിലവിലത്തെ സാമ്പത്തിക വർഷം അനുവദിക്കപ്പെട്ടിട്ടുള്ള തുകയ്ക്ക് ബാക്കി വരുന്നത് അടുത്ത സാമ്പത്തിക വർഷം പ്രോജക്റ്റ് വെച്ച് അത് വിതരണം ചെയ്യും. കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിലെ ഓർത്തോപെഡീഷ്യൻ ഡോക്ടർ ജയേഷ് മോഹൻ കൊട്ടാരക്കര നഗരസഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഭിന്നശേഷിക്കാർക്കും വികലാംഗർക്കുമുള്ള ഉപകരണങ്ങളും ഹിയറിംഗ് എയ്ഡ്സും വരെ കൊടുക്കുന്നതിനുള്ള ഒരു മെഡിക്കൽ ക്യാമ്പാണ്. ഞാൻ കൊല്ലം ജില്ലാ ആശുപത്രിയിലെ ENT കൺസൾട്ടൻ്റ് ആണ്. ഇന്ന് ഭിന്നശേഷിക്കാരുടെ ഒരു ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കേൾവിക്കുറവുള്ളവർക്ക് പ്രായമായതിൻ്റെ ആധിക്യമുള്ള കേൾവിക്കുറവെന്നും ജന്മനായുള്ള കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഹിയറിംഗ് എയ്ഡ് നമുക്ക് കേൾവി ഉപകരണം അഥവാ ഹിയറിംഗ് എയ്ഡ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത്.